ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ അടിപൊളി ഒരു സ്വീറ്റിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു സ്വീറ്റാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പെരുന്നാളിന് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു സ്വീറ്റ് റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇവിടെ ഈത്തപ്പഴം എടുത്തിട്ടുണ്ട്. ഇത് തന്നെ അളവും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. നമുക്ക് എത്ര വേണ്ട അതിനനുസരിച്ചിട്ട് എടുത്താൽ മതി. അപ്പോൾ ഈത്തപ്പഴത്തിൻ്റെ കുരുവൊക്കെ ഞാൻ കളഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് നട്ട്സാണ് കേട്ടോ. അപ്പോൾ അത് നമ്മുടെ കയ്യിൽ ഏത് നട്ട്സ് ഉള്ളത് അത് ഇട്ടാൽ മതി കേട്ടോ. അങ്ങനെ എല്ലാം വേണമെന്നൊന്നുമില്ല. അപ്പോൾ ഞാനിവിടെ ഉള്ള നട്ട്സൊക്കെ കുറേശ്ശായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് നെയ്യ് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെളുത്ത വെള്ളം കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലത്തെ ഈ ഒരു ഈത്തപ്പഴമൊക്കെ ഒന്ന് മിക്സർ ജാറിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ അതാ ഞാനിവിടെ മിക്സർ ജാറിട്ടിട്ട് ഈ ഒരു ഈത്തപ്പഴമൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു പേസ്റ്റായ രീതിയിൽ എടുത്തിട്ടുണ്ട്. പിന്നെ നട്ട്സ് ഞാൻ ഒരു അണ്ടിപ്പരിപ്പും ബദാമും പിസ്ത പിന്നെ വാൾനട്ടൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നിങ്ങൾക്ക് നിലക്കടല പൊട്ടുകടലൊക്കെ വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഇവിടെ ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഞാൻ ഈ ഒരു നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരു 2 ടേബിൾ സ്പൂണോളം നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിലേക്ക് ഈ ഒരു നട്ട്സൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് വറുത്തെടുക്കണം. അപ്പോൾ ഈത്തപ്പഴം കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികളൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ അവർക്കൊക്കെ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കാം കേട്ടോ. എന്തായാലും അവരത് കഴിക്കും. കാരണം ഇതിൽ നട്ട്സൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അവർക്ക് ഒത്തിരി ഇഷ്ടമാവും കേട്ടോ ഈ ഒരു സ്വീറ്റ്. അപ്പോൾ അതാ നട്ട്സൊക്കെ ഒന്ന് വറുത്തതിന് ശേഷം അതിലേക്ക് ഞാൻ ഈത്തപ്പഴം നമ്മൾ മിക്സർ ജാറിട്ട് അടിച്ചത് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുക്കുക. നട്ട്സൊക്കെ ഈത്തപ്പഴത്തിൽ ആവുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുക്കുക. ഈ സമയത്ത് ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ നെയ്യിൽ നട്ട്സൊക്കെ വറുത്തിടുമ്പോഴാണ് നല്ലൊരു മണം ടേസ്റ്റൊക്കെ ഉള്ളത് കേട്ടോ. ഇനി ഇതാ കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ചെറിയൊരു ചൂടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ചൂടൊന്ന് ചെറുതായി പോയതിന് ശേഷം നമുക്ക് ഇത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്കിത് ഉരുട്ടിയെടുക്കാം കേട്ടോ. നമുക്ക് ഏത് ഷേപ്പിലാണ് വേണ്ട ആ ഒരു രീതിയിൽ തന്നെ ഇത് ഷേപ്പാക്കി എടുക്കുക. അപ്പോൾ ഈത്തപ്പഴം നല്ല ഡാർക്ക് കളർ ഈത്തപ്പഴമാണെങ്കിൽ കാണാൻ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. അപ്പോൾ എൻ്റേത് അത്ര ഡാർക്ക് അല്ലായിരുന്നു. അപ്പോൾ അതാണ് ഈ ഒരു കളറിൽ ഇരിക്കുന്നത് കേട്ടോ. ഇനി നമ്മുടെ കയ്യിൽ കുറച്ച് നെയ്യോ എണ്ണയൊക്കെ ഒന്ന് പുരട്ടിയിട്ട് നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കാം. അപ്പം നമുക്കിത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഉരുട്ടിയെടുക്കാം. കുട്ടികൾക്ക് ഇഷ്ടം ഏത് ഷേപ്പിലാണെന്ന് വെച്ചാൽ ആ ഒരു ഷേപ്പിൽ ഉരുട്ടിയിട്ട് നമുക്ക് കുട്ടികൾക്കൊക്കെ തന്നെ കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ സ്കൂൾക്ക് പോകുന്ന കുട്ടികൾക്കൊക്കെ സ്നാക്സ് ആയിട്ടും നമുക്ക് ഈ ഒരു സ്വീറ്റ് കൊടുത്തയക്കാൻ പറ്റും കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്വീറ്റാണ്. അപ്പോൾ എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇനി കാണാനൊരു ഭംഗിക്ക് വേണ്ടി ഞാനിതാ കുറച്ച് വെള്ളം ഇതിൻ്റെ മേലൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം ഞാൻ ഒരു ബോൾസാക്കിയിട്ട് ഉരുട്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്വീറ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി പുതിയൊരു അടിപൊളി വീഡിയോയുമായി വരുന്നവരെല്ലാവരോടും ബൈ.